4 പേർ ക്രൂരമായി കൊല്ലപ്പെട്ട നന്ദൻകോട്ടെ വീട് ഇന്ന് ഒരു പ്രേതഭവനം പോലെയാണ്. ആർക്കും വേണ്ടാതെ കാടുപിടിച്ചു കിടക്കുന്ന വീടിന്റെ നടവാതിലിന് മുകളിൽ ഡോക്ടർ ജീൻ പത്മ എന്നെഴുതിയ ബോർഡ് ഇപ്പോഴുമുണ്ട്. റഹീസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സുജയ, കേദൽ ജിൻസൺ രാജ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഒപ്പം ബന്ധുവായ ലളിതയെയും കൊലപ്പെടുത്തിയ വീട്, ആ വീടിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത്. അതിനുശേഷം ഈ വീട്ടിലേക്ക് ആരും വരാതെ മൊത്തം 2017 മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. വീട് കണ്ടാൽ ഒരു വലിയ ഇരുനില വീട്. ആ വീട്ടിൻ്റെ തീ വെച്ച് കത്തിക്കാൻ ശ്രമിച്ച പാടുകളും മറ്റും ആ ഭാഗത്ത് കറുത്ത് മേൽഭാഗത്ത് കാണുകയും ചെയ്യാം. ആ വീട് ചെറിയ ചില്ലുകൾ ജനലിൻ്റെ ചില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒപ്പം വീട്ടിൽ ഇതാ നമുക്ക് കാണാം ജീൻ പത്മ സി, ഡോക്ടർ ജീൻ പത്മ സി എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന കേദലിൻ്റെ അമ്മയുടെ പേരാണ് വീട്ടിൽ ഇന്നും ഔട്ടുമുള്ള വീട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇന്നുണ്ട്, ഔട്ടായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു ചിത്രം കണ്ടറിയാം, മൊത്തം മാറാല പിടിച്ച് കിടക്കുകയാണ്. ഫ്രണ്ട് ഡോറ് യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് ആ ഡോറിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചില്ലുകൾ പൊട്ടിക്കിടക്കുന്നു. വീടിന് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ പൂക്കളും ചെയറും കസേരയും ദിവാങ്കോട്ടുമൊക്കെ കാണുകയും ചെയ്യാം. അതിനകത്ത് അതേപടി തന്നെ നിൽക്കുന്നു. വീടിൻ്റെ ടെറസിലേക്ക് പോകുന്ന ഒരു വഴി ഈ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്ന. ഈ ഭാഗത്ത് വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഇവിടെ ബയോഗ്യാസുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഇവിടെ കാണുന്നു. അങ്ങനെ അടിമുടി ആ കൊലപാതകത്തിന് ശേഷം ഒരു ദുരൂഹത നിറഞ്ഞ, സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന തരത്തിലൊരു അപകടം ഉണ്ടായതിന് ശേഷം കാണുന്ന തരത്തിലുള്ള ഒരു വീടായിട്ടാണ് ഇതിലുള്ളത്. വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു പ്ലാവ് നിൽക്കുന്നു. ആ പ്ലാവിൽ നിറയെ ചക്കകൾ കാണാം. തൊട്ടപ്പുറത്തൊരു മാവ് നിൽപ്പുണ്ട്. മാവിൽ നിറയെ മാങ്ങകൾ, ജാതിക്ക, അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും അച്ഛനും അമ്മയും ഒക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വേറെ ആരും വരാനില്ലാത്തത് കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ കിടക്കുന്നത്. അയൽവാസികളോടൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരാരും സംസാരിക്കാനും റെഡിയല്ല. സുജയ. ഓക്കെ, റഹീസ് റഷീദിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കൂട്ടക്കൊലയുടെ മരവിപ്പ് മാറാത്ത ഒരു വീട് ഒരു പ്രേതഭവനമായി മാറിക്കിടക്കുന്നു. ആ വീട്ടിൽ ഇനി അവശേഷിക്കുന്നയാൾ ഇതാ ജയിലിലേക്ക് എത്തിയിരിക്കുന്നു.